നമ്മൾ ദുബായിയുടെ സാധ്യതകളൊക്കെയാണ് റിയാസ് കിൽട്ടനുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ പല എപ്പിസോഡുകളിലും മെയിൻ ലാൻഡ്, ഫ്രീ സോൺ എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ നിങ്ങളൊരു വേർഡ് ഉപയോഗിക്കുന്നുണ്ട്, ഓഫ് ഷോർ. ഓഫ് ഷോർ ലൈസൻസ് അത് എന്താണ്? ഞാനൊരു പലപ്പോഴും പല എപ്പിസോഡ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ ഓഫ് ഷോർ എന്താണെന്ന് പക്ഷേ നമ്മുടെ കേൾക്കുന്ന ആൾക്കാർക്ക് ഒന്നുള്ളൊരു നമ്മുടെ ക്ലയൻസിലൊക്കെ ഓഫീസിൽ വന്നാൽ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ പെട്ടതാണിത്. എന്താണ് ഓഫ് ഷോർ? എന്താണ് ഓഫ് ഷോറിന്? മെയിൻലാൻഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഫ്രീ സോണൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഓഫ് ഷോർ എന്ന് പറയുന്നത് ഡയറക്റ്റ് പിന്നെ ട്രേഡിങ് ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനോ ഒന്നും യൂസ് ചെയ്യുന്ന ഒരു ലീഗൽ മെത്തേഡ് അല്ല, അല്ലെങ്കിൽ ലീഗൽ സ്ട്രക്ചർ അല്ല അത്. ഫ്രീ സോൺസ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം 58ഓളം ഫ്രീ സോൺസ് ഉണ്ട് യു എയിൽ. ഞാനിപ്പോൾ മൈതാൻ ഫ്രീ സോണിനെ കുറിച്ചും ഷംസ് അങ്ങനെയുള്ള ഒരുപാട് DIFC DMCs ഇതൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. ഈ മെയിൻലാൻഡ് ആണെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ്. ഓഫ് ഷോർ എന്ന് പറയുന്നത് ശരിക്കും UAE പുറത്ത് എന്നാണ് വെപ്പ്. ഓക്കെ, ഓഫ് ഷോറിൽ സാധാരണ ആളുകൾ ലൈസൻസ് ഉണ്ടാക്കിയാൽ വിസ ഒന്നും കിട്ടില്ല. നമ്മളിപ്പോൾ ഫ്രീ സോണിലോ മെയിൻലാൻഡിലോ ഒന്നും എടുക്കുന്ന പോലെ വിസ പ്രൊവൈഡ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ഈ ട്രേഡ് ലൈസൻസ് നമ്മൾ ഉണ്ടാക്കുന്നു. അതിന് ശേഷം നമുക്കവിടെ നമ്മുടെ അസറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഓഫ് ഷോർ. അപ്പോൾ ഈ ഓഫ് ഷോറിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം, ഡയറക്റ്റ് പോയിട്ട് ഓഫ് ഷോർ എവിടെയെന്ന് വേണ്ടിയിട്ട് ഓഫീസ് നോക്കിയിട്ട് ലൈസൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളെപ്പോലുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജന്റാണ് ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ഓഫ് ഷോറിനും ഏജന്റ് ആണെന്നല്ല പറയുന്നത്. പർട്ടിക്കുലർലി ഇപ്പോൾ നമുക്ക് 1-2 ഓഫ് ഷോർ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ UAE ഓഫ് ഷോർ ഇപ്പോഴും ക്ലാരിറ്റി വന്നിട്ടില്ലല്ലോ എന്താണ് ഓഫ് ഷോർ ഇല്ല. ഇപ്പോൾ പണ്ട് കാലത്താണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡ്സ്, മൗറീഷ്യസ് അല്ലെങ്കിൽ സീഷെൽസ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ആളുകൾ ബിസിനസ് ഉണ്ടാക്കുമായിരുന്നു. അവിടെ ടാക്സ് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഈ കമ്പനി ഫോം ചെയ്തിട്ട് ആ കമ്പനി ആയിരിക്കും, BVA കമ്പനി ആയിരിക്കും നമ്മൾ പാർട്ട്ണർ ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക, ദുബായിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ. അതിനുശേഷം പിന്നെ ദുബായിൽ തന്നെ പല ഓഫ് ഷോറുകളും ഫോം ചെയ്തു. അപ്പോൾ ആ UAE ഒന്ന് പ്രധാനമായിട്ടുള്ള ജബലാലിലുള്ള ജാഫ്സ ഓഫ് ഷോർ ഉണ്ട്, പിന്നെ അജ്മാൻ ഓഫ് ഷോർ ഉണ്ട്, റാസൽ കെയ്മന്റെ റാക്ക് ഓഫ് ഷോർ ഉണ്ട്. ഇങ്ങനെയുള്ള ഓഫ് ഷോർസ് ഉണ്ട് UAE. അപ്പോൾ നമ്മളവിടെ കമ്പനി തുടങ്ങുന്നു. ഈ കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ ഒരുപാട് അസറ്റ് ഉണ്ട്. ഞാൻ ഓഫ് ഷോർ തുടങ്ങിയിട്ട് ഓഫ് ഷോറിലായിരിക്കും ഈ മണി പാർക്ക് ചെയ്യുക. മനസ്സിലായില്ല? അത് ഓഫ് ഷോറിലുള്ള കമ്പനി അക്കൗണ്ടിൽ നിന്ന് ദുബായിലെ മറ്റൊരു മെയിൻലാൻഡിലെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഫണ്ട്. കാരണം ഇതൊരു സെപ്പറേറ്റ് ജൂറിസ്ഡിക്ഷൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഓഫ് ഷോറിനകത്ത് ഫണ്ട് വന്നാൽ വേറൊരു ഓഫ് ഷോറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര കോൺഫിഡൻഷ്യാലിറ്റിയാണ്. ആരാണ് ഫണ്ട് അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണെന്നൊന്നും ഒരിക്കലും അത് പുറത്തു പോകാത്ത രീതിയിൽ കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഓഫ് ഷോർ. നിങ്ങൾ പണ്ട് സ്വിസ്സിൽ മണിയുണ്ട് എന്നൊക്കെ കേൾക്കുന്ന പോലത്തെ ഒരു അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷെ അതുപോലെ. പക്ഷെ UAE എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ജബലാലി ഓഫ് ഷോറിലൊക്കെ നിങ്ങളെ കമ്പനി തുടങ്ങി, ആ കമ്പനി സ്വന്തം പേരിലുണ്ടെങ്കിൽ നമുക്ക് ഈ ദുബായിലുള്ള വീട് വാങ്ങിക്കുക, അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങിക്കുക, ബിൽഡിംഗ് എടുക്കുക, അതിനൊക്കെ ഓണർഷിപ്പ് ഈ കമ്പനിയാക്കി മാറ്റാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഓഫ് ഷോർ എന്ന് പറയുന്നത് അങ്ങനെ സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റിയാണ്, ജൂറിസ്ഡിക്ഷനാണ്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ നിങ്ങൾ ഓഫ് ഷോറിൽ ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓഫ് ഷോറിലെ കമ്പനിക്ക് നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് നോമിനി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലാകുന്നില്ല? അപ്പോൾ ഇബാദക്കാരൻ്റെ നോമിനി ആയിട്ട് മറ്റ് ഷെയർ ഹോൾഡേഴ്സൊക്കെ ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ എന്നൊക്കെ പല ജുവലറി ബിസിനസ്സുകാരൊക്കെ UAE വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഷെയർസ് വാങ്ങിക്കും ആൾക്കാരിൽ. അതിന് ഈ മെത്തേഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ പിന്നെ ക്രൗഡ് ഫണ്ടിങ് UAE അലൗഡ് ആയതുകൊണ്ട് IPO ഒക്കെ വരുന്നതുകൊണ്ട് ആ സ്ട്രക്ചറൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പണ്ടൊക്കെ ചെയ്തിരുന്നത് ദുബായിൽ തന്നെയുള്ള വലിയ ബ്രാൻഡ്, കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ ബ്രാൻഡൊക്കെ ഓഫ് ഷോറിൽ കമ്പനി തുടങ്ങിയിട്ട് ആ ഓഫ് ഷോറിലാണ് ആളുകൾക്ക് ഷെയർ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇതൊക്കെ ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഓഫ് ഷോറിൻ്റെ ആയിരിക്കും. എന്നിട്ട് ഈ ഓഫ് ഷോർ ആയിരിക്കും ഇവിടെ ഈ മെയിൻലാൻഡിലെ ബ്രാൻഡ്, ഈ മീൻസ് ബ്രാൻഡിന്റെ പാർട്ട്ണർ അല്ലെങ്കിൽ 100% ഓണർ. അങ്ങനെയാണ് ഓഫ് ഷോർ ലൈസൻസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യുന്ന സാധാരണയുള്ളതല്ല, ഒരു ഹോൾഡിംഗ് കമ്പനിയായിട്ട് ഫോം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഓഫ് ഷോർ കമ്പനി. മനസ്സിലായി? കുറെ നാളായിട്ട് നമ്മുടെ ആൾക്കാർക്കും എനിക്കുണ്ടാകുന്നൊരു സംശയമായിരുന്നു ഓഫ് ഷോർ. പിന്നെ അതിപ്പോൾ ഞാനിപ്പോൾ ഓഫ് ഷോറിൽ കമ്പനി ഫോം ചെയ്യാൻ പോവാണ്. എന്താ വെച്ചാൽ ഐ ആം ഇൻടു മൾട്ടിപ്പിൾ വേർട്ടിക്കൽസ്. അപ്പോൾ അതിലെല്ലാത്തിലും എൻ്റെ പേര് കൊണ്ടുപോയിട്ടിടുമ്പോൾ നാളെ എനിക്കെന്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥാപനത്തിലും എൻ്റെ പിന്നെ ലീഗൽ ഹെയർസ് ആയിട്ടുള്ള വൈഫ് അല്ലെങ്കിൽ ഉമ്മ അവരെല്ലാവരും നടക്കണ്ടേ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിന് പകരം എൻ്റെ ഓഫ് ഷോർ കമ്പനിയാണ് എല്ലാത്തിലും പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ ഈ ഓഫ് ഷോറിന് നോമിനി വരാണെങ്കിൽ ഒരു സ്വിച്ച് ഇട്ടപ്പോൾ എല്ലാ ബൾബും കത്തിയില്ലേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഉപകാരപ്രദമാകുന്ന ആൾക്കാർക്കും. ഒരുപാട് വലിയ ബിസിനസ്സുകാരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അവരെ സ്ട്രക്ചർ ചെയ്യില്ല, ലീഗൽ സ്ട്രക്ചർ അതിന്റെ ഭാഗമായി ചെയ്തു കൊടുക്കുന്നതാണ്.
നമ്മളൊക്കെ ഈ കമ്പനി ലീഗൽ സ്ട്രക്ചറിങ് ചെയ്യുമ്പോഴാണ് ഓഫ് ഷോറിൻ്റെ ആവശ്യകത വരികയും ഓഫ് ഷോർ ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്തായാലും വളരെ വലിയൊരു സംശയം ആൾക്ക് തീർന്നു. അതെ. അടുത്ത രസകരമായ വേറൊരു കാര്യം കൂടി അതിനെ കൂടെ കൂടിച്ചേർക്കുക, ഓഫ് ഷോറിൽ ലൈസൻസ് ഉണ്ടാക്കാൻ ചിലവ് വളരെ കുറവാണ്. വളരെ കുറവാണ്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടും, വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. ബാങ്ക് അക്കൗണ്ട് ചെറിയ കാലതാമസം എടുക്കും, പക്ഷെ ഞങ്ങൾ അത് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ. ബാങ്ക് അക്കൗണ്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഓക്കെ. ഫണ്ടിന്റെ സോഴ്സ് ഒക്കെ ആണല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും അങ്ങനത്തെ ലൈസൻസ് ആവശ്യമുള്ള ആൾക്കാരൊക്കെ റിയാസ് കിട്ടനെ വിളിക്കും. തീർച്ചയായും. എനിക്ക് കുറച്ച് കമ്മീഷൻ എന്താ വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ.